എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +2 അതുപോലെ +1 പരീക്ഷകൾ അവസാനിച്ചു. അപ്പോൾ ഇന്നായിരുന്നു വിദ്യാർത്ഥികൾക്ക് ലാസ്റ്റ് എക്സാം ഉണ്ടായിരുന്നത്. ബയോളജി, അതുപോലെ ഇലക്ട്രോണിക്സ്, അതുപോലെ പൊളിറ്റിക്കൽ സയൻസ്, അതുപോലെ സംസ്കൃത ശാസ്ത്ര, അതുപോലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, അതുപോലെ തന്നെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്നിവയായിരുന്നു +1 വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിരുന്നത്. അതുപോലെ എക്കണോമിക്സ്, ഇലക്ട്രോണിക് സിസ്റ്റംസ് എന്നിവയായിരുന്നു വിദ്യാർത്ഥികൾക്ക് 26-ാം തീയതി, അതായത് ഇന്നത്തെ പരീക്ഷയായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു പരീക്ഷകൾ നന്നായിട്ട് എഴുതി എന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്കാണ് കിട്ടുക, അതുപോലെ ഇന്നത്തെ പരീക്ഷ ഈസി ആയിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ ഈ വർഷത്തെ +2 പരീക്ഷകൾ അവസാനിച്ചത് കൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ഒരു പേപ്പർ വാല്യുവേഷൻ, അതായത് +2 എക്സാം എഴുതി ഇനി നിങ്ങളുടെ ആ ഒരു പേപ്പർ വാല്യുവേഷൻ ചെയ്യണം. അപ്പോൾ ഈ ഒരു വാല്യുവേഷൻ ഏപ്രിൽ 3-ാം തീയതി മുതൽ ഏപ്രിൽ 20-ാം തീയതി വരെ വിവിധ ക്യാമ്പുകളിലായിട്ട് നടത്തപ്പെടുന്നതാണ്. അപ്പോൾ ഏപ്രിൽ 3 മുതൽ ഏപ്രിൽ 20 വരെയാണ് നിങ്ങളുടെ ഈ ഒരു പേപ്പർ വാല്യുവേഷൻ നടത്തപ്പെടുക. അപ്പോൾ ഈ ഒരു വാല്യുവേഷൻ ടൈമിൽ നിങ്ങൾക്ക് സയൻസ് വിഷയങ്ങൾ ഡബിൾ വാല്യുവേഷനും ബാക്കി വിഷയങ്ങൾ സാധാരണ രീതിയിലുള്ള വാല്യുവേഷനുമാണ് ചെയ്യുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഉത്തരസൂചികകൾ ഉടൻ തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അതായത് നിങ്ങളുടെ ഈ ഒരു പേപ്പർ വാല്യുവേഷന് മുന്നോടിയായിട്ട് ഓരോ വിഷയത്തിൻ്റെയും ഉത്തരസൂചികകൾ തയ്യാറാക്കും. അതായത് ഉത്തരസൂചിക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ ക്വസ്റ്റ്യൻസിനും ആ ഒരു ക്വസ്റ്റ്യൻസിനനുസരിച്ചുള്ള പോയിൻറ്റ്സുകൾ, അതായത് നിങ്ങളുടെ ആൻസേഴ്സിൽ ഏതൊക്കെ പോയിൻറ്റ്സുകൾ ഉണ്ടായിരിക്കണം എന്നുള്ളത് അനുസരിച്ച് കൊണ്ടാണ് ഉത്തരസൂചിക തയ്യാറാക്കപ്പെടുക. അപ്പോൾ ആ ഒരു ഉത്തരസൂചികയിൽ ഇന്ന ക്വസ്റ്റ്യന് ഇന്ന പോയിൻറ്റ്സുകൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇത്ര മാർക്ക് കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങളുടെ ആ ഒരു ആൻസേഴ്സിൽ അതിനനുസരിച്ചുള്ള പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയിട്ടുണ്ട്, അതിൽ നിങ്ങൾ എഴുതിയതിൽ പോയിൻറ്റ്സ് ആ ഒരു ക്വസ്റ്റ്യൻ അനുസരിച്ചുള്ള പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും മാർക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു +2-ൻ്റെ മാർക്കിനോടൊപ്പം ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യപ്പെടുന്നതാണ്. അതുപോലെ +1 വിദ്യാർത്ഥികൾക്ക് +1-ൽ പഠിക്കുന്ന സമയത്ത് ഗ്രേസ് മാർക്കിന് അർഹതയുള്ള ഏതെങ്കിലും കാര്യങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയത്ത്, അതായത് +2-ൻ്റെ ആ റിസൾട്ട് വരുന്ന സമയത്ത് അതിനോടൊപ്പം ആ ഒരു ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യപ്പെടുന്നതായിരിക്കും. +2-ൽ പഠിക്കുന്ന സമയത്ത്, അതായത് നിങ്ങൾ NSS, അതുപോലെ NCC, ഇതുപോലെ 2-ാം വർഷത്തേക്ക് കംപ്ലീറ്റ് ചെയ്യപ്പെടുന്ന ആക്ടിവിറ്റികളിൽ പങ്കെടുത്തിട്ടുള്ള വിദ്യാർത്ഥികളുടെ ഗ്രേസ് മാർക്കുകൾ ഈ ഒരു +2 റിസൾട്ടിൻ്റെ കൂടിയാണ് ആഡ് ചെയ്യുക. അതായത് +2-ൻ്റെ TE മാർക്കിൻ്റെ കൂടിയാണ് ആഡ് ചെയ്യപ്പെടുക. അതുപോലെ തന്നെ നിങ്ങളുടെ +1 മാർക്കിൻ്റെ കൂടെ ഇപ്പോഴത്തെ ആ ഒരു +2 പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള ഗ്രേസ് മാർക്കുകൾ ആഡ് ചെയ്യപ്പെടുന്നതല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് +2-ൻ്റെ ഏതെങ്കിലും സബ്ജക്റ്റുകൾക്ക് മാർക്ക് കുറവ് കാരണം പരാജയപ്പെടുകയോ അല്ലെങ്കിൽ A+ ലഭിക്കാനുള്ള സാധ്യത കുറയുകയോ ചെയ്യുന്ന പക്ഷം ആ ഒരു ഗ്രേസ് മാർക്ക് ആഡ് ചെയ്ത് ആ ഒരു ഗ്രേഡ്, അതായത് A+ ആവാൻ ചാൻസ് ഉണ്ടെങ്കിൽ ആ ഒരു A+ ഗ്രേഡ് തരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ പേടിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ്, +2 പരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും 18 മാർക്ക് അല്ലെങ്കിൽ 24 മാർക്ക്, അതായത് ചിലപ്പോൾ 2 മാർക്കിൻ്റെ വ്യത്യാസത്തിലൊക്കെ മാർക്ക് വരുന്ന സാഹചര്യത്തിൽ ആ ഒരു മാർക്ക് നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങളെ ജയിപ്പിക്കുമോ എന്നുള്ള സംശയം വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് 1-2 മാർക്കിൻ്റെ ഒക്കെ വ്യത്യാസം വരികയാണ്. അതായത് ഇപ്പോൾ 18 മാർക്ക് ജയിക്കാൻ വേണ്ട സബ്ജക്റ്റിൽ 16 മാർക്ക് കിട്ടിയുള്ളൂ, 24 മാർക്ക് വേണ്ട സബ്ജക്റ്റിൽ നിങ്ങൾക്ക് 23 മാർക്കേ കിട്ടിയുള്ളൂ. ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ടീച്ചേഴ്സ് നിങ്ങളുടെ പേപ്പർ വീണ്ടും വാല്യുവേഷൻ, അതായത് എവിടെയെങ്കിലും നിങ്ങൾക്ക് മാർക്ക് തരാൻ പറ്റുമോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യും. അങ്ങനെ മാർക്ക് തരാൻ പറ്റുമെങ്കിൽ ടീച്ചേഴ്സ് ആ ഒരു മാർക്ക്, എക്സ്ട്രാ മാർക്ക്, അതായത് അരമാർക്ക് വീതം തന്നിട്ട് അതിനെ ആ ഒരു ജയിക്കേണ്ട രീതിയിൽ ആക്കിയിട്ട് നിങ്ങളെ ആ ഒരു സബ്ജക്റ്റ് പാസ്സാക്കുന്നതായിരിക്കും. അതേസമയം നിങ്ങൾക്ക് എവിടെയും തരാനായിട്ട്, അതായത് എവിടെയും നോക്കി എവിടെയും മാർക്ക് തരാൻ സാധിക്കുന്നില്ല എങ്കിൽ ഈ ഒരു 16 അതുപോലെ 23 അതേ രീതിയിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് നിങ്ങളുടെ റിസൾട്ടിൽ നിങ്ങൾക്ക് വല്ല ഗ്രേസ് മാർക്ക് ഉണ്ട് എങ്കിൽ മാത്രം നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റുകൾ ജയിക്കാൻ സാധിക്കും. ആ ഒരു ഗ്രേസ് മാർക്കുകളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് +2 സേ പരീക്ഷ എഴുതിയിട്ട് ജയിക്കേണ്ടി വരും. അതേസമയം +1-ൽ ഡബിൾ പാസ്സുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് ഇത്ര മാർക്ക് കിട്ടിക്കഴിഞ്ഞാലും ആ ഒരു പരീക്ഷ നിങ്ങൾ പാസ്സാകുന്നതാണ്. കാരണം ടോട്ടലായിട്ട് 2 വർഷം കൂടി നിങ്ങൾക്ക് 60 മാർക്കിൻ്റെ വിഷയത്തിൽ 36, അതുപോലെ തന്നെ 80 മാർക്കിൻ്റെ വിഷയത്തിൽ 2 വർഷത്തേക്ക് 48 മാർക്കും നേടിയാൽ മതി. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു സബ്ജക്റ്റിൽ പാസ്സാകുന്നതാണ്. അപ്പോൾ +2-ൻ്റെ പാസ് മാർക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ +1-ൻ്റെ മാർക്കും അതുപോലെ +2-ൻ്റെയും TE മാർക്ക് നോക്കിയിട്ടാണ് നിങ്ങൾ പാസ്സാണോ ഇല്ലയോ എന്നുള്ളത് പറയുക. കെമിസ്ട്രി പോലുള്ള 60 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് 36 മാർക്ക് എഴുത്ത് പരീക്ഷയിലും 2 വർഷത്തേക്ക്, അതുപോലെ തന്നെ 48 മാർക്ക് വേണ്ട വിഷയം, അതായത് 80 മാർക്കുള്ള സബ്ജക്റ്റിൽ ഒരു വർഷം 24, 2 വർഷം കൂടി 48 മാർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു വിദ്യാർത്ഥികൾ +2 ആ ഒരു സബ്ജക്റ്റ് പാസ്സാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 36 48 കൂടി 2 വർഷം
ഉള്ള TE മാർക്ക് കൂട്ടുന്ന സമയത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ +2 പാസ്സാകുള്ളൂ. അതായത് നിങ്ങൾക്ക് 2 വർഷം കൂടി ആ ഒരു 60 മാർക്കിൻ്റെ വിഷയത്തിൽ 36ഉം 80 മാർക്കിൻ്റെ വിഷയത്തിൽ 48 മാർക്കും എഴുത്ത് പരീക്ഷയിൽ നേടേണ്ടത് നിർബന്ധമാണ്. CE മാർക്ക് നിങ്ങൾക്ക് 18 കിട്ടിയാലും അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ 20 കിട്ടിയാലും നിങ്ങൾക്ക് CE മാർക്ക് ഉള്ളതുകൊണ്ട് നിങ്ങൾ പാസ്സാവില്ല. നിങ്ങൾക്ക് ജയിക്കാൻ TE മാർക്കോ അല്ലെങ്കിൽ TE മാർക്ക് ഉള്ള വിദ്യാർത്ഥികൾക്ക് അതിൽ കുറവുണ്ടെങ്കിൽ ഗ്രേസ് മാർക്കോ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു വിദ്യാർത്ഥി പാസ്സാവുള്ളൂ. അല്ലാതെ CE മാർക്ക്, അതായത് ഒരു വിദ്യാർത്ഥിക്ക് ഒരു കെമിസ്ട്രി പരീക്ഷയിൽ 2 വർഷം കൂടുന്ന സമയത്ത്, അതായത് ഏകദേശം ആ ഒരു വിദ്യാർത്ഥിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന മാർക്ക് എന്ന് പറയുന്നത് 20 മാർക്കാണ് എങ്കിൽ, അതുപോലെ 2 വർഷം 18 മാർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് കരുതുക. അപ്പോൾ ടോട്ടൽ 36 മാർക്ക് CE മാർക്കിനത്തിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷെങ്കിൽ 2 വർഷം കൂടി 20 മാർക്ക് എഴുത്ത് പരീക്ഷയിൽ കിട്ടിയിട്ടുള്ളൂ എങ്കിൽ ആ ഒരു വിദ്യാർത്ഥി ഫെയിൽഡ് ആവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, ഈ ഒരു +2 പാസ്സാവണമെങ്കിൽ +1 +2 TE മാർക്ക് ആ ഒരു സബ്ജക്റ്റിനെ കൂട്ടുന്ന സമയത്ത് 60 സബ്ജക്റ്റ് ആണെങ്കിൽ 36 അല്ലെങ്കിൽ 80 സബ്ജക്റ്റിൽ ആണെങ്കിൽ 48 മാർക്കോ നേടേണ്ടത് നിർബന്ധമാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ ഈ വർഷത്തെ +2 +1 പരീക്ഷകൾ അവസാനിച്ചു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ വർഷം നിങ്ങളുടെ വാല്യുവേഷൻ നടത്തപ്പെടുന്നത് ഏപ്രിൽ 3 മുതൽ ഏപ്രിൽ 20-ാം തീയതി വരെയാണ്. +2 വിദ്യാർത്ഥികളുടെയും അതുപോലെ +1 വിദ്യാർത്ഥികളുടെയും വാല്യുവേഷൻ ചെയ്യപ്പെടുന്നത്, പേപ്പർ വാല്യുവേഷൻ ചെയ്യപ്പെടുന്നത് സയൻസ് വിഷയങ്ങളായിട്ടുള്ള കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി എന്നിവ ഡബിൾ വാല്യുവേഷൻ ആണ്. അപ്പോൾ ഡബിൾ വാല്യുവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ പേപ്പർ ആദ്യം ഒരു ടീച്ചർ ചെക്ക് ചെയ്യും, അതിനുശേഷം രണ്ടാമത് മറ്റൊരു ടീച്ചർ വീണ്ടും ചെക്ക് ചെയ്യും. അതിനുശേഷം അതിൽ 10% മാർക്കിൻ്റെ വ്യത്യാസം വരികയാണെങ്കിൽ, അത് 2 ടീച്ചേഴ്സും വാല്യുവേഷൻ ചെയ്തിട്ടുള്ള മാർക്കിൽ 10% മാർക്കിൻ്റെ വ്യത്യാസം വരികയാണെങ്കിൽ, അതായത് ഓരോ ടീച്ചേഴ്സും വാല്യുവേഷൻ ചെയ്യുന്ന സമയത്ത് സിസ്റ്റത്തിലേക്ക് ആ ഒരു മാർക്കിനെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഈ ഒരു രീതിയിൽ രണ്ടാമത്തെ ടീച്ചറും ആ ഒരു മാർക്ക് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു ടീച്ചേഴ്സ് അപ്ലോഡ് ചെയ്ത മാർക്കിൽ 10%-ൻ്റെ വ്യത്യാസം, 10%-ൻ്റെ വ്യത്യാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ടീച്ചർ നിങ്ങളുടെ 60 മാർക്കുള്ള കെമിസ്ട്രി പേപ്പർ ചെക്ക് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന മാർക്ക് എന്ന് പറയുന്നത് 30 മാർക്കാണെന്ന് കരുതുക. അതുപോലെ തന്നെ മറ്റൊരു ടീച്ചർ ചെക്ക് ചെയ്ത സമയത്ത് ലഭിച്ചിട്ടുണ്ടായിരുന്ന മാർക്ക് 38 മാർക്കാണെന്ന് കരുതുക. അപ്പോൾ ഈ ഒരു 30ഉം 38ഉം തമ്മിൽ 10%-ൻ്റെ വ്യത്യാസം വരുന്നുണ്ട്. അതായത് 60ൻ്റെ 10% കൊണ്ട് ഉദ്ദേശിക്കുന്നത് 6 മാർക്കാണ്. അപ്പോൾ ഈ ഒരു 6 മാർക്കിൻ്റെ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ വീണ്ടും മൂന്നാമതായിട്ട് ഒരു ടീച്ചർ കൂടി നിങ്ങളുടെ ആ ഒരു പേപ്പർ വാല്യുവേഷൻ ചെയ്യും. അങ്ങനെ മൂന്നാമതായിട്ട് ടീച്ചർ വാല്യുവേഷൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് എത്ര മാർക്കാണോ തരുന്നത് ആ ഒരു മാർക്കായിരിക്കും നിങ്ങളുടെ മാർക്കായിട്ട് പരിഗണിക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു ഡബിൾ വാല്യുവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ പേപ്പർ വാല്യുവേഷൻ സ്ട്രിക്റ്റ് ആണോ എന്ന് ചോദിക്കാറുണ്ട്. സ്ട്രിക്റ്റ് ആയിട്ടല്ല, ലിബറലായിട്ടാണ് ഈ ഒരു പേപ്പർ വാല്യുവേഷൻ ചെയ്യാറുള്ളത്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾ ഇനി ഈ ഒരു പരീക്ഷ, അതായത് ഈ ഒരു പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സയൻസ് ഗ്രൂപ്പ് എടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾ നിങ്ങൾ കീം പരീക്ഷ എഴുതാനായിട്ട് ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു കീമിൻ്റെ അപേക്ഷ വരുന്ന സമയത്ത് നിങ്ങൾ കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ കീമിൻ്റെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ മെഡിക്കൽ ഫീൽഡിനായിട്ട് നീറ്റ് അപേക്ഷ വിദ്യാർത്ഥികൾ മെഡിക്കലും അതുപോലെ B.Pharm അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് സെലക്ട് ചെയ്യുന്നവർ ആ ഒരു കോഴ്സുകളും സെലക്ട് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ആർക്കിടെക്ചർ, അതായത് നാറ്റ് എക്സാമിനേഷൻ എഴുതുന്ന വിദ്യാർത്ഥികൾ ആർക്കിടെക്ചർ കോഴ്സിൻ്റെ ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്ത് നൽകേണ്ടതാണ്. കാരണം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ BSc നഴ്സിംഗ് കോഴ്സിന് ഈ വർഷം എൻട്രൻസ് ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു BSc നഴ്സിംഗിൻ്റെ അഡ്മിഷൻ വരുന്ന സമയത്ത് ഈ ഒരു ചാനലിൽ അത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഏകദേശം ജൂൺ മാസം ആദ്യ വാരത്തോടെയാണ് ഈ ഒരു നഴ്സിംഗിൻ്റെ അഡ്മിഷൻ അലോട്ട്മെൻറ്റ് ആരംഭിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കറക്റ്റായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ അതായത് ഈ ഒരു പരീക്ഷയ്ക്ക് ശേഷം നിങ്ങൾ നീറ്റൊക്കെ എഴുതുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അതിനനുസരിച്ച് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവയൊക്കെ കറക്റ്റായിട്ട് വീണ്ടും പഠിച്ച് നന്നായിട്ട് തയ്യാറെടുക്കുക ഈ ഒരു എക്സാമിനേഷൻസിനൊക്കെ. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.